ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ രാത്രി കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മയുടെ ഈ മെസ്സേജിലാണ് എണീറ്റത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും മറന്നതല്ല, സമയം കിട്ടാത്തതുകൊണ്ട് എടുക്കാതിട്ടിരുന്നതാ. അമ്മ സോറി അമ്മ, ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ടീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇന്നൊരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. എവിടെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ ഡെന്ന കെ ഡേവിസ്. കുനൻ ഡേവിസ്. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ ഇവളുടെ റൂംമേറ്റ് ആണ്. അതന്നെ. അപ്പൊ ആ റൂംമേറ്റ് അല്ലേ? നല്ല വെച്ചല്ലേ? അതെ അതെ, റൂംമേറ്റ് അപ്രൂവ്ഡ് ആണ്. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക് എന്നെ പറ്റി? ഒന്നും പറയാനില്ല എന്നൊക്കെ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇന്നലത്തെ എന്റെ ദിവസത്തെ പറ്റി പറയാവുന്നതാണ്. ഇവളെ ഹെൽത്തി ആണ്. രാവിലെ ചായ ഒന്നും കുടിക്കത്തുള്ള, ചിയ സീഡ്സ് വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ എനിക്ക് രാവിലെ ചായ വേണം. ചൂട് ചായ പൊതുവെ കുടിക്കാറില്ല, പക്ഷെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ രാവിലെ ഞാൻ എണീറ്റു. ക്ലാസ്സൊന്നും ഉണ്ടായില്ല രാവിലെ ചുമ്മാ ചായ കുടിച്ച് ഇങ്ങനെ ഇവിടെ ചൊറിഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഹോളി ആയിരുന്നല്ലോ. അപ്പം ഹിന്ദു സമാജിന്റെ ഒരു ഓൺലൈൻ ഹോളി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അതിനുവേണ്ടി കുറച്ചു നേരം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവള് പള്ളിയിൽ പോവായിരുന്നു. ഇപ്പം എന്നും പള്ളിയിൽ പോകുന്നുണ്ട് അല്ലേ? ഇവള് മാനസാന്തരപ്പെടാൻ. ഞാൻ മാനസാന്തരപ്പെടാൻ നീ പള്ളിയിൽ പോകുന്നുണ്ടോ? അവള് നന്നാവാൻ. ഞാൻ എന്താടെ ഇങ്ങനെയൊക്കെ പറയുന്നു? ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നേ. അടി മീൻ കുറച്ചു നന്നാവാനാണോ? ഇത്രയും നല്ല റൂംമേറ്റിനെ എവിടെ കിട്ടും? ഭാഗ്യമാണ്, ഭാഗ്യം. അപ്പൊ അവള് പള്ളിയിൽ പോയപ്പോൾ കുറച്ചേരം അവളെ ചൊറിഞ്ഞായിരുന്നു. അവള് ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങളൊക്കെ പുറത്തു പോയായിരുന്നു. ഇന്നലെ ഹോളി സെലിബ്രേഷൻ ഞങ്ങള് എന്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടായിരുന്നു. അപ്പൊ അതിന് പ്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്തു പോയി. നല്ല വെയിലായിരുന്നു, പക്ഷെ തണുപ്പുണ്ട്. ഇന്നലത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. വെയിലും തണുപ്പും, അതായത് ഒരു നോർമൽ ടെമ്പറേച്ചർ പോലെ. മഞ്ഞൊക്കെ മാറി തുടങ്ങി, അപ്പൊ അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് ഇപ്പൊ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത്, അവര് വേറെ ഹോസ്റ്റലിലാ, എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ വേറെ ഹോസ്റ്റലിലാ, ഞാനും ഒരാൾ മാത്രമേ ഈ ഹോസ്റ്റലിലുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും 6th ഹോസ്റ്റലിലേക്ക് പോയി. 6th ഹോസ്റ്റലിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പം അവിടുന്ന് വ്യൂ ഒക്കെ നല്ല രസമാണ്, യൂണിവേഴ്സിറ്റിയുടെ വ്യൂ കാണാനായിട്ട്. അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരും കൂടെ ഞങ്ങൾ കുക്ക് ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഡെന്ന ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അവൾ സെൽഫ് കുക്കിംഗ് ആയിരുന്നു ഇന്നലെ. അടിപൊളി കുക്കായിരുന്നു. അതെ, ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവള് പൊളിച്ചു എന്നൊക്കെ. എന്നിട്ട് ഞാൻ അവിടെ പോയി. ഞങ്ങള് സാമ്പാർ, ദോശ, ചട്നി ഇതാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പൊ സാമ്പാറൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നായിരുന്നു, മറ്റേ ഹിന്ദു സമാജിന്റെ ഹോളി പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വന്ന് വീഡിയോ ഞാൻ കളിക്കാൻ ഓൺലൈൻ മീറ്റിൽ ഡാൻസ് കളിക്കണമായിരുന്നു. അതിന്റെ വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇടാട്ടോ. മറ്റേ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഇട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പം അങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെഡി ആയിട്ട് തിരിച്ചോടി 6th ഹോസ്റ്റലിലേക്ക്. അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ദോശയും എല്ലാം സെറ്റായിരുന്നു. ചൂട് ദോശയും സാമ്പാറൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു എല്ലാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഹോളി ആയതുകൊണ്ടും പുറത്ത് തണുപ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹോളി കഴിഞ്ഞ കൊല്ലത്തെ പോലെ കളിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഹോളി ഫുൾ ഞങ്ങൾ കളറിൽ കുളിച്ചിരിക്കുമായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇങ്ങനെ ഇടാട്ടോ, ഡാഷ്ബോർഡിൽ ഇടാം. അപ്പൊ അത് കയറി കണ്ടു നോക്കുക, നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ രാവിലെ ഞങ്ങൾ കുറച്ച് കളർ ഇവിടെ ഒക്കെ തേച്ച് ഞങ്ങൾ അങ്ങനെ ഹോളി സെലിബ്രേറ്റ് ചെയ്തു. അവിടെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് കളറൊക്കെ തേച്ച് ഹാപ്പി ഹോളിയൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് അങ്ങനെ പിരിഞ്ഞു. അതായിരുന്നു ഇന്നലത്തെ എന്റെ ദിവസം. അപ്പൊ ശരിയാണ്, അടുത്തൊരു കൺസ്റ്റന്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ബി സേഫ്, ബൈ ബൈ. എന്താ പറയണത്? ടീ വ്ലോഗ്.